നമ്മളൊരു പുതിയ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ യാത്ര നമ്മൾ കൂട്ടുകാരുടെ കൂടെയല്ല, നമ്മൾ ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ കൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ, കുഞ്ഞുങ്ങളെ യാത്രയിൽ കൂടെ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ തയ്യാറെടുപ്പുകൾ കുറച്ച് കൂടുതലാണ്. കാര്യം സാധാരണ നമ്മൾ പോകുന്ന പോലെയല്ല, കുഞ്ഞുങ്ങളുടെ കാര്യമാകുമ്പോൾ അവരുടെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. അപ്പോൾ സാധാരണ സ്കൂളിൽ പോകാൻ മടിയുള്ള കുഞ്ഞുങ്ങളൊക്കെ അതിപ്പോൾ എവിടെയാണെങ്കിലും അവർക്ക് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ രാവിലെ തന്നെ ചാടി എഴുന്നേക്കും. അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ യാത്ര ആരംഭിച്ചു. നമുക്കിനി ഇവിടെ നിന്ന് വൈഫിൻ്റെ ലിറ്റയുടെ വീട്ടിൽ പോയി അവിടുത്തെ പപ്പ, മമ്മി, ബ്രദർ എന്നിവരെ നമുക്ക് കൂടെ കൂട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ നമ്മുടെ വീടും ആ വീടും തമ്മിലൊരു 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ഒരു 5 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ രാവിലെ ലിറ്റയുടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ പപ്പായും മമ്മിയും ഒക്കെ വിളിക്കാൻ വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ അവർ റെഡിയാകുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ കുട്ടിപ്പട്ടാളങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ കൊടൈക്കനാൽ ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മുടെ സ്ഥലമായ റാന്നിയിൽ നിന്ന് നമ്മളൊരു 7:30 കൂടി നമ്മുടെ യാത്ര ആരംഭിച്ചു. ഒരു 8:30 കൂടി നമ്മൾ ഹൈ റേഞ്ച് കയറാൻ തുടങ്ങി. അപ്പോൾ ഹൈ റേഞ്ചിലൊക്കെ നല്ല കോട ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന പോലെയല്ല, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെയും കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പം ഈ ഹൈ റേഞ്ചൊക്കെ വരുമ്പോൾ അവർക്ക് ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ താത്തിട്ട്, അതായത് അവർക്ക് ഛർദ്ദിക്കാൻ വരിക, ചെവി അടയുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ താത്തിട്ട് കുറച്ച് വണ്ടി ഓടിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ രാവിലത്തെ നമ്മുടെ സ്ഥിരം ചായ പോയിന്റ് ആയിട്ടുള്ള നമ്മുടെ വളഞ്ഞങ്ങാനം സ്ഥലത്ത് എത്തി. പക്ഷെ അവിടെ വന്നപ്പോൾ നല്ല ക്രൗഡാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേയും വീക്കെൻഡും ഒക്കെ ആയതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അവിടുത്തെ ചായ നമ്മൾ സ്കിപ്പ് ചെയ്ത് നമ്മുടെ യാത്ര ആരംഭിച്ചു. അപ്പോൾ റോഡുകളിലൊക്കെ നല്ല തിരക്കാണ്. കുട്ടിക്കാനൊക്കെ കവർ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്രാവശ്യം അവിടെ തേയില അവർ കൃഷി എടുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. അതായത് തേയില കൊന്ത് നുള്ളുന്നത് വളരെ രസമാണ്, കുറേ നേരം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് പോയി വണ്ടിപ്പെരിയാർ എത്തിയപ്പം അവിടെ ഒരു കടയിൽ കയറി ഒരു ചായ, നമ്മൾ വളഞ്ഞങ്ങാനത്തൊന്ന് മിസ് ചെയ്ത ചായ നമ്മൾ വണ്ടിപ്പെരിയാർ നിർത്തി ചായയൊക്കെ കുടിച്ച് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് കഥകളും പാട്ടുകളും കളിച്ചിരികളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ നമ്മുടെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബോർഡറിൽ എത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ കുമിളി കഴിയുമ്പോൾ ഒരു പ്രത്യേക ആനന്ദം, പ്രത്യേക ഒരു സന്തോഷമാണ്. അതൊരു സ്റ്റേറ്റ് കയറുന്നതിൻ്റെ ആണോ എന്നറിയില്ല, അതോ ഇനി നല്ല റോഡുകൾ, കേരളത്തിനെ അപേക്ഷിച്ച് ഇവിടെ നല്ല റോഡുകൾ കിട്ടുന്നതിൻ്റെ സന്തോഷമാണോ, അതോ ഒരു സംസ്ഥാനം കവർ ചെയ്യുന്നതിൻ്റെ സന്തോഷമാണോ എന്നറിയില്ല. എപ്പോഴും ഞങ്ങൾക്ക് ഈ കേരളം കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. നമ്മൾ ഈ ബോർഡർ കയറുമ്പം രാവിലെയും വൈകിട്ടും നമുക്ക് നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഇപ്പോഴും കേരളത്തിൽ വന്ന് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ കുമളിയിലോട്ട് വന്ന് ജോലി ചെയ്യാൻ അവർ പോവുകയും വരികയും ചെയ്യുന്ന സമയമായതുകൊണ്ടാണ് ഈ തിരക്ക്. അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ കുറേ കുരങ്ങുകൾ നമ്മൾ റോഡിൽ കണ്ടു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ, സയൻസിൽ പഠിച്ചിട്ടുള്ള പോലെ നമ്മുടെ പൂർവികരെയൊക്കെ നമ്മളിങ്ങനെ കണ്ട് അവരെയൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് കാണുന്നത് വളരെ സന്തോഷമാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ അവരെയൊക്കെ കളിപ്പിച്ച്, കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കളിപ്പിച്ച് അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് മുൻപോട്ട് പോയി. ഇതിനെയൊക്കെ കാണുമ്പോൾ അതിന് ഫുഡ് കൊടുക്കുകയൊന്നും ചെയ്യരുതെന്ന് ഇവിടെ പ്രത്യേകം ബോർഡുകളുണ്ട്. അത് ആ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അങ്ങനെ തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞ ഒരു സമാധാനമാണ്. ദീർഘനേരത്തെ വളവും തിരിവും ഉള്ള റോഡിന് ശേഷം നല്ല സ്ട്രെയിറ്റ് ഒരു റോഡ് കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. അങ്ങനെ സ്ഥിരം നമ്മൾ നിർത്താറുള്ള കമ്പത്തിനടുത്ത് മുന്തിരിത്തോട്ടം കാണുവാൻ വേണ്ടിയുള്ള ആ സ്ഥലത്ത് നമ്മൾ ഇപ്രാവശ്യവും നിർത്തി. മുന്തിരി കാണുവാനും അവിടെ തോട്ടത്തിൽ കയറി ഫോട്ടോയും വീഡിയോയും ഒക്കെ പകർത്തുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ പഴയതുപോലെയല്ല, നമുക്ക് കമ്പമോ തേനിയോ ഒന്നും ടൗണിൽ കയറാതെ ബൈപ്പാസ് കയറി പോകാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ആ റൂട്ടുകളിലെല്ലാം നമുക്ക് ആവശ്യത്തിലധികം റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഫ്രഷപ്പ് ഏരിയകളൊക്കെ നമുക്ക് അവിടെയൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ റൂട്ടുകളൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ നമ്മൾ തേനി കഴിഞ്ഞ് കൊടൈക്കനാൽ റൂട്ടിലേക്ക് കയറി. അപ്പോൾ ഈ പോകുന്ന കൂട്ടത്തിൽ ഒരു ഡാം വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഒരു ഡാമിൻ്റെ വ്യൂ പോയിന്റ് ആണ്. അവിടെ നിന്ന് നമ്മൾ അതൊക്കെ കണ്ടു. അങ്ങനെ ആ വ്യൂ ഒക്കെ കണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇനിയുള്ള റോഡുകളെന്ന് പറഞ്ഞാൽ താരതമ്യേന വളവ്, തിരിവ്, റോഡിന് വീതി കുറവ്, ഒരു സൈഡിൽ കുഴി, ഒരു സൈഡിൽ മല, അങ്ങനത്തെ റോഡുകളാണ് നമുക്ക് ഇവിടെ നിന്ന് മുൻപോട്ട് പോകുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഉച്ചയോടുകൂടി ഞങ്ങൾ കൊടൈക്കനാലെത്തി. കൊടൈക്കനാലിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചത്. അങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി നടന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ നല്ല ക്രൗഡാണ്. അതിപ്പം തമിഴ്നാട്ടിൽ നിന്ന് വന്നപ്പോൾ മുതലേ നല്ല ക്രൗഡാണ് നമുക്കിവിടെ എല്ലാം കിട്ടിയത്. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു സീറ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഫുഡ് 2-1:30 കഴിഞ്ഞതേ ഉള്ളൂ.
ഈ സമയത്ത് തന്നെ ഇവിടുത്തെ ഫുഡ് ഓൾമോസ്റ്റ് തീർന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2-3 ടൈപ്പ് ബിരിയാണികൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഫുഡ് വന്നപ്പോഴാണ് ഇതൊരു ഹെവി ക്വാണ്ടിറ്റി ആണ് എന്ന് മനസ്സിലായത്. നമുക്ക് ഒറ്റയ്ക്കൊരു ബിരിയാണി സാധാരണ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റി അല്ല. എങ്കിലും നമ്മളത് ഓർഡർ ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. പ്രൈസ് വരുന്നത് 200 റുപ്പീസ് പ്രൈസ് വരുന്നുള്ളൂ, പക്ഷേ ക്വാണ്ടിറ്റി ഹെവിയാണ്. അങ്ങനെ ഫുഡിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചു. നമ്മുടെ യാത്ര ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൊക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊക്കൽ എന്നും കൂക്കൽ എന്നും ഒക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഗൂഗിളിൽ കൊക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ കൊക്കൽ യാത്ര, ആ ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ആരംഭിച്ചേണ്ട കൊടൈക്കനാലിൽ നിന്ന് 40 കിലോമീറ്റർ ഫുൾ ഫോറസ്റ്റിൽ കൂടാണ് ഡ്രൈവ്. അത് റോഡ് വളരെ ചെറുതാണ്, പക്ഷേ നല്ല നീറ്റായിട്ടാണ് റോഡ് മാനേജ് ചെയ്തേക്കുന്നത്. റോഡ് ചെറുതാണെങ്കിലും ഒരു സൈഡിൽ വളരെ വലിയ കുഴിയും കൊക്കയും പോകുന്ന കൂട്ടത്തിൽ നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. പളനി ടെമ്പിളിൻ്റെ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് നല്ലൊരു ഒരു ഗ്രൗണ്ടിലെത്തിയപ്പം കുട്ടികളെയും കൊണ്ട് അവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റിസോർട്ടിനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. വൈകിട്ട് ഒരു 4 മണിയോടുകൂടി നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. നമ്മുടെ ഈ പ്രോപ്പർട്ടി നമുക്ക് ബുക്ക് ചെയ്ത് തന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ സംരംഭമായ ട്രിപ്പിഫൈ മിൽ കൂടാണ്. നമ്മുടെ ഈ ട്രിപ്പ് എന്നല്ല, നമ്മുടെ ഇതിന് മുമ്പിലത്തെ ട്രിപ്പുകളാണെങ്കിലും നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അല്ലെങ്കിൽ മറ്റ് പാക്കേജുകളൊക്കെ ആണെങ്കിലും അവരെ ഏറ്റവും വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും അവരിൽ കൂടാണ് നമ്മുടെ ബുക്കിങ്ങുകളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെത്തി. അപ്പോൾ എത്തിയപ്പോഴാണ് ഇത് വുഡൻ ഹൗസസ് ആണ്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന വുഡിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഇതിൽ 3 വുഡൻ ഹൗസസ് ഉണ്ട്. ഇതിൽ 2 നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തതിൽ ഒന്നാമത്തെ വുഡൻ ഹൗസ് ഇതാണ്. ഇത് വുഡിലും ഗ്ലാസ്സിലുമാണ് ഇതിൻ്റെ മേജർ കൺസ്ട്രക്ഷൻസിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ താഴെ ഒരു റൂം, അവിടെ ഒരു ബെഡ്, അതിൻ്റെ സൈഡിൽ അപ്പർ സ്റ്റെയറിലായിട്ട് 2 ബെഡ്, അങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം ഇതിൽ ആവശ്യത്തിന് സൗകര്യമുണ്ട്. ഇതിൽ തന്നെ ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ്, കുട്ടികൾക്ക് പറ്റിയ ഗെയിംസിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ AC ഫാനുണ്ട്, പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. AC ഒന്നുമില്ല. ഇവിടെ നല്ല ക്ലൈമറ്റ് ആണെങ്കിലും വളരെ നല്ല വെതറാണ് ഇവിടുത്തെ വെതർ. അപ്പം രണ്ടാമത്തെ വുഡൻ ഹൗസ് ഇതാണ്. ഇവിടെ ആണെങ്കിലും 2 റൂംസ് ആണ്. അതിൽ ഒരു റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഒരു റൂമും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം പ്ലസ് വാഷ്റൂം പ്ലസ് ടോയ്ലറ്റ് ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയും AC മറ്റ് ഫാനോ ഒന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെയും കൂടുതലും ഗ്ലാസും വുഡിലുമാണ് ഇതിൻ്റെ മൊത്തം കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ കുരങ്ങിൻ്റെ കുറച്ച് ശല്യമുണ്ട്, ഫോറസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ ചുറ്റുപാടും, അതായത് അതിൻ്റെ പ്രോപ്പർട്ടിക്ക് ചുറ്റിനും ഫെൻസിങ് ഉണ്ട്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അവർ പറഞ്ഞു, പക്ഷേ അങ്ങോട്ട് ശല്യമൊന്നുമില്ല. അപ്പം മൊത്തം ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പുറകിലായിട്ടൊക്കെ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അതുമൊക്കെ വളരെ രസമാണ് ഇവിടെ ഇത് കണ്ടിരിക്കാനും. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. അങ്ങനെ റൂമെല്ലാം എടുത്ത് നമ്മളൊന്ന് സെറ്റിൽ ആയതിനു ശേഷം കുട്ടിപ്പട്ടാളം അവരുടെ ലോകത്തിലേക്ക് കയറി. അവരവിടെ ഓടിച്ചാടി നടക്കാനുള്ള സൗകര്യങ്ങളും ഇഷ്ടംപോലെ പ്രോപ്പർട്ടി ഉണ്ട്. ഒത്തിരി സ്പേഷ്യസ് ആണ്, അതുകൊണ്ട് അവർക്ക് ഓടി നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ട് നമ്മളൊരു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ബാൽക്കണിയിൽ ഇരുന്ന് കോട നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അവിടെ തന്നെ അവർ ക്യാമ്പ് ഫയർ ആണെങ്കിലും നമുക്ക് ബാർബിക്യൂ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യമൊക്കെ അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നല്ല മഴ കാരണം നമുക്കിതൊന്നും സാധിച്ചില്ല. നമ്മുടെ ക്യാമ്പ് ഫയർ നമ്മൾ അങ്ങനെ ക്യാൻസൽ ചെയ്തു. നല്ല മഴയായിരുന്നു പുറത്ത്, കൂടാതെ അതിഭയങ്കര തണുപ്പും. അതുകൊണ്ട് നമ്മൾ ആ വൈകിട്ടത്തെ ക്യാമ്പ് ഫയർ ആണെങ്കിലും ബാർബിക്യൂ ഗ്രിൽ പ്രോഗ്രാം ആണെങ്കിലും ഇതെല്ലാം നമ്മൾ വൈകിട്ട് ക്യാൻസൽ ചെയ്തിട്ട് റൂമിൽ തന്നെ ഒതുങ്ങി. അങ്ങനെ നമുക്ക് അവർ തന്നെ അവരുടെ കിച്ചണിൽ ബാർബിക്യൂ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് രാത്രി കൊണ്ടു തന്നു. അപ്പം ബാർബിക്യൂ ചപ്പാത്തി ആയിരുന്നു രാത്രിയിലത്തെ നമ്മുടെ ഡിന്നർ. അപ്പം അത് നമ്മൾ രാത്രി പുറത്ത് നല്ല മഴ, നല്ല കോട, നല്ല തണുപ്പ്, നമ്മൾ റൂമിലിരുന്ന് ഇത് ഫുഡ് കഴിച്ചു. എങ്കിലും ആ റൂമിൻ്റെ അകത്ത് നല്ല സ്പേഷ്യസ് ആയിരുന്നുകൊണ്ട് നമ്മുടെ ആ റൂമിൽ തന്നെ ഇരുന്ന് നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റിനും അല്ലെങ്കിൽ ഒത്തിരി ഗെയിംസിനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ആ നല്ലൊരു ദിവസം, നല്ലൊരു സായാഹ്നം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് രാവിലെ നമ്മൾ വീണ്ടും റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ ആ പ്രോപ്പർട്ടിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ഐറ്റം ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം നമ്മൾ നല്ലൊരു സ്ഥലത്തോട് യാത്ര പറഞ്ഞ് മനസ്സോടെ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു. അവിടുത്തെ സ്റ്റാഫുകളാണേലും വളരെ നല്ല സർവീസ് ചെയ്യുന്ന നല്ല സ്റ്റാഫുകളായിരുന്നു. അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ കൊടൈക്കനാൽ ബോട്ടിങ്ങിന് ലേക്കിലേക്ക് യാത്രയായി. നമ്മൾ 6 പേർക്ക് കയറാവുന്ന ബോട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അത് നമുക്ക് തുഴഞ്ഞു തരാൻ അതിൻ്റെ തന്നെ ഒരു സ്റ്റാഫുണ്ട്. അപ്പം ആ
ബോട്ടിൽ ഞങ്ങളിങ്ങനെ ലേക്ക് മുഴുവൻ കറങ്ങി. അപ്പോൾ ആ സ്റ്റാഫ് നമ്മളോട് ചോദിച്ചു, ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും അവധി ദിവസമാണോ? കാരണം നമ്മൾ റോഡിൽ കണ്ട അതേ തിരക്ക് ആ ലേക്കിൽ നമുക്ക് അനുഭവപ്പെട്ടു. അവിടുത്തെ ബോട്ടുകളൊക്കെ ഫുള്ളായിരുന്നു. നല്ല തിരക്കായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ കറങ്ങി. അവിടുത്തെ കുറച്ച് ചോക്ലേറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റുകളും കുറച്ച് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ എല്ലാം ഒന്ന് സ്ട്രീറ്റ് മൊത്തത്തിലൊന്ന് കറങ്ങിക്കണ്ട് നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ മെമ്മറിക്കായിട്ട് കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു വൈകിട്ടോടു കൂടി നമ്മുടെ വീട്ടിലേക്കുള്ള മടക്കയാത്ര നമ്മൾ ആരംഭിച്ച് ഏകദേശം ഒരു 10-11 മണിയോടുകൂടി നമ്മുടെ വീട്ടിലെത്തി. അപ്പം വളരെ സന്തോഷവും വളരെ എൻ്റർടൈൻമെൻറ്റും ആയിട്ടുള്ള ഒരു 2 ദിവസം നമുക്ക് കൊടൈക്കനാലിൽ വളരെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു. ഓക്കെ, ടാറ്റ, ബൈ ബൈ.